ഹായ് SL ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കുറച്ച് സ്വഭാവ രീതികളുണ്ട്. ഈ പറയുന്ന സ്വഭാവങ്ങളുള്ള സ്ത്രീകളെ നിങ്ങൾ ഒരു കാരണവശാലും പ്രണയിക്കരുത്, അല്ലെങ്കിൽ ജീവിത പങ്കാളിയാക്കി മാറ്റരുത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വീഡിയോയിൽ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഞാൻ കുറച്ച് സ്വഭാവങ്ങൾ പറയുന്നുണ്ട്. ഈ സ്വഭാവങ്ങളുള്ള പെൺകുട്ടിയാണ് നിങ്ങൾ സ്നേഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു പെൺകുട്ടിയാണ് നിങ്ങൾ ദാമ്പത്യ ജീവിതത്തിലേക്ക് നയിക്കാനായിട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. അപ്പോൾ അതെന്തൊക്കെയാണ് സ്വഭാവ രീതികൾ എന്നുള്ളത് ഞാൻ പറയാം. ഒന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഒരുപാട് ആൺസുഹൃത്തുക്കളുള്ള പെൺകുട്ടികൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവരെ നിങ്ങൾ ഒരു കാരണവശാലും വിശ്വസിക്കരുത് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെയുള്ള പെൺകുട്ടികൾ മോശമാണെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. നല്ല പെൺകുട്ടികളുണ്ട്, ഒരുപാട് ആൺസുഹൃത്തുക്കളുള്ള പെൺസുഹൃത്തുക്കളുള്ള കുറേ പെൺകുട്ടികൾ ഉണ്ടായിരിക്കാം. അവരൊക്കെ നല്ല രീതിയിൽ ആ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരായിരിക്കാം. ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പിൽ നിന്ന് മുന്നോട്ട് പോകുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഭാവിയിൽ നിങ്ങളും ഈ പറയുന്ന പെൺകുട്ടിയുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്ന ആൺ സുഹൃത്തുക്കളിൽ ഏതെങ്കിലും ഒരാൾ നിങ്ങളുടെ സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളതാണ്. കാരണം എന്തായാലും ഇവർ നിങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇവരുടെ സുഹൃത്തുക്കളോട് ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. സോ അതിലേതെങ്കിലും ഒരാൾ ഇവരെ കുറച്ചുകൂടി ഒന്ന് കെയർ ചെയ്യുന്നത് പോലെ കാണിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒന്ന് അടുപ്പം കാണിച്ചു കഴിഞ്ഞാലൊക്കെ സ്വാഭാവികമായിട്ടും ആ ഒരു ഇഷ്ടം കൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളുടെ സ്ഥാനത്തേക്ക് മറ്റൊരാൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൺ സുഹൃത്തുക്കളുള്ള ഒരു പെണ്ണിനെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ സ്നേഹിക്കാതിരിക്കുക, അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കുക. ഞാൻ വീണ്ടും പറയുന്നുണ്ട്, ഒരുപാട് ആൺസുഹൃത്തുക്കളുള്ളത് ഒരിക്കലും മോശമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ള പെൺകുട്ടികൾ മോശമാണെന്നും ഞാൻ പറയുന്നില്ല. എങ്കിലും കുറച്ച് പേര് അങ്ങനെയാണ് എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നതാണ്, നിങ്ങളുടെ പണത്തിന് മാത്രം പ്രാധാന്യം നൽകുന്നവരുണ്ടായിരിക്കും. അതായത് നിങ്ങളുടെ പണത്തിന് ഒരുപാട് പ്രാധാന്യം നൽകുകയും അതിനെ ആശ്രയിച്ച് ജീവിക്കുകയും ചെയ്യുന്ന പെൺകുട്ടികൾ ഉണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് യാതൊരു വിലയോ അല്ലെങ്കിൽ ബഹുമാനമോ അവർ തരുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. അവരുടെ ആവശ്യത്തിന് നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവും, പണം ചോദിക്കുന്നുണ്ടാവും, നിങ്ങൾ കൊടുക്കുന്ന ക്യാഷ് വാങ്ങിക്കുന്നുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടത് നിങ്ങളെ വിളിച്ച് പറയുന്നുണ്ടായിരിക്കാം. സോ ഇത്തരത്തിൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി മാത്രമായിരിക്കും നിങ്ങളെ നിർത്തിയിട്ടുണ്ടാവുക. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ട് എന്നുള്ളത് മാത്രമായിരിക്കാം. അത് പോയി കഴിഞ്ഞാൽ നിങ്ങളെ അവർക്ക് ആവശ്യം ഉണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷേ നിങ്ങളോട് യാതൊരു ബഹുമാനവും അവർ കാണിക്കുന്നുണ്ടാവില്ല. നിങ്ങളുടെ ക്യാഷ് വാങ്ങുന്നുണ്ട്, എന്നാൽ ബഹുമാനം തീരെ ഇല്ല എന്നുണ്ടെങ്കിലും അവരെ നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങളുടെ പണം നഷ്ടപ്പെടുന്ന അതേ രീതിയിൽ തന്നെ ആ പെൺകുട്ടി നിങ്ങളെ വിട്ടു പോകാം എന്നുള്ളതാണ്. എത്ര നാൾ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടോ അത്രയും നാൾ ചിലപ്പോൾ അവരെ കിട്ടും, അല്ലെങ്കിൽ അവരുടെ ആവശ്യം കഴിയുന്നത് വരെ അവർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ ആ പേഴ്സൺ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് യാതൊരു വിലയും നൽകാത്തവരെ, അതായത് നിങ്ങളുടെ ഉപദേശങ്ങളോ തീരുമാനങ്ങളോ അഭിപ്രായങ്ങളോ ഒന്നും തന്നെ മാനിക്കാത്ത പെൺകുട്ടികൾ ഉണ്ടായിരിക്കാം. അതായത് ഇതിനൊന്നും യാതൊരു വിലയും നൽകുന്നുണ്ടാവില്ല, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ടാവില്ല, നിങ്ങൾ കൊടുക്കുന്ന ഉപദേശങ്ങൾ സ്വീകരിക്കുന്നുണ്ടാവില്ല, നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വില നൽകുന്നുണ്ടാവില്ല. ഇങ്ങനെയുള്ള പെൺകുട്ടികളെയും നിങ്ങൾ ഒരിക്കലും സ്നേഹിക്കരുത് എന്നുള്ളതാണ്. കാരണം ഇവർ ചെറിയ രീതിയിൽ പറയുകയാണെങ്കിൽ അഹങ്കാരമുള്ള സ്ത്രീകളാണ് ഇങ്ങനെ ചെയ്യുന്നുണ്ടാവുക. അതായത് നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിലൊന്നും ബഹുമാനം തരാത്തവരാണ്, അതിനെ വാല്യൂ തരാത്തവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരിൽ അഹങ്കാരം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ അഹങ്കാരമുള്ള പെൺകുട്ടികൾ ഒരിക്കലും നിങ്ങളുടെ ലൈഫിലേക്ക് സമാധാനം കൊണ്ടുവരില്ല, പകരം നിങ്ങളുടെ സമാധാനം ഇല്ലാതാക്കുക മാത്രമാണ് ചെയ്യുക. സോ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെയുള്ള നിങ്ങൾക്ക് യാതൊരു വിലയും നൽകാത്ത പെൺകുട്ടികളെ സ്നേഹിക്കാതിരിക്കുക, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ജീവിത പങ്കാളിയായിട്ട് കൊണ്ടുവരാതിരിക്കുക. ഇനി നാലാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നതാണ്, ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങളോട് വലിയ രീതിയിൽ തന്നെ വഴക്കിടുക, നിങ്ങളെ ചീത്ത പറയുക, കുറ്റപ്പെടുത്തുക, പെറു എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇങ്ങനെയുള്ള പെൺകുട്ടികളെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുള്ളതാണ്. ചിലപ്പോൾ വളരെ ചെറിയ കാര്യമായിരിക്കാം, അത് ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് സംഭവിച്ചിട്ടുള്ള വളരെ കുഞ്ഞു കാര്യങ്ങൾക്കായിരിക്കാം ഇത്തരത്തിൽ അവർ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് പറയുന്നുണ്ടാവുക. പക്ഷേ അത് വലിയ രീതിയിൽ ഒരു പ്രശ്നമാക്കി അവർ മാറ്റുന്നുണ്ടാവും എന്നുള്ളതാണ്. നല്ല രീതിയിൽ നിങ്ങൾ ചീത്ത പറയുന്നുണ്ടാവും, അതും കഴിഞ്ഞിട്ട് ആ ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇവർ പെറു എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. ഇവിടെയും സംഭവിക്കുന്നത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, നമ്മളുടെ സമാധാനം തീരെ ഇല്ലാണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇങ്ങനെ ഒരു പെൺകുട്ടിയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇവർ വന്നു കഴിഞ്ഞാൽ എന്താവും? ഓരോ ദിവസവും ഇവർ പറയുന്നത് ചീത്ത കേൾക്കേണ്ടി വരും, അതേപോലെ തന്നെ പെറു എന്ന് പറയുന്നത് കേട്ടുകൊണ്ടിരിക്കേണ്ടി വരും എന്നുള്ളതാണ്. അവിടെയും സമാധാനം നിങ്ങൾക്ക് തീരെ കിട്ടില്ല എന്നുള്ളതാണ്. സോ സമാധാനമുള്ളൊരു ജീവിതമാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പെൺകുട്ടികളെയും നിങ്ങൾ ഒഴിവാക്കുക. കാരണം ഇങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം പോകുന്നതെന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങളൊരു മാനസിക രോഗിയായി മാറുമെന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. അങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളതാണ്. സോ അങ്ങനെയൊന്നും വേണ്ട, അങ്ങനെയൊന്നും അല്ല എൻ്റെ ജീവിതം മുന്നോട്ട് പോകേണ്ടത് എന്നാണ് നിങ്ങൾക്ക് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള പെൺകുട്ടികളെയും നിങ്ങൾ സ്നേഹിക്കാതിരിക്കുക. ഇനിയിപ്പോൾ അഥവാ നിങ്ങളുടെ വിവാഹമൊക്കെ നിശ്ചയിച്ച് കഴിഞ്ഞു എന്നുണ്ടെങ്കിലും നിങ്ങളും അവരുമായിട്ട് അടുക്കാനുള്ള സമയം ഉണ്ടായിരിക്കുമല്ലോ. സോ ആ ഒരു ടൈമിൽ അവരുടെ സ്വഭാവം എങ്ങനെയാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. ഇങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അവരെ വേണ്ട എന്ന് വെച്ചേക്കുക.
അതായത് ജീവിതത്തിലേക്ക് കൊണ്ടുപോവാതിരിക്കുക എന്നുള്ളതാണ്. ഇതൊരിക്കലും ഞാൻ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടോ നിങ്ങളുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ടോ പറയുന്ന ഒന്നല്ല. നിങ്ങളുടെ ജീവിതം നന്നായിട്ട് പോകണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവുക, അതേപോലെ തന്നെ ഞാനും ആഗ്രഹിക്കുന്നുണ്ടാവുക. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാരുടെ ലൈഫും നന്നായിട്ട് പോകണം. ഇപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടണം. ഇതൊക്കെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടുകളാണ് എൻ്റെ വിജയം എന്ന് പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, ഒരിക്കലും നിങ്ങളുടെ ജീവിതം ഇല്ലാതാക്കാനാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള പെൺകുട്ടികളെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ ജീവിതം ഒരിക്കലും നല്ല രീതിയിൽ മുന്നോട്ട് പോവില്ല. സോ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവരെ പ്രണയിക്കാതിരിക്കുക, ജീവിതത്തിലേക്ക് കൊണ്ടുവരാതിരിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ വീഡിയോയിൽ പറയാനുള്ളത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ സൈക്കോളജിക്കൽ വീഡിയോസ് ആണ്. അത് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്